ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റഡി ടൈം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പി എസ് സി ബുള്ളറ്റിലെ ഫെബ്രുവരി മാസത്തെ രണ്ടാമത്തെ പാർട്ടിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കി നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്. നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിൽസണിൻ്റെ 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത തിരുത്തിയത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? ഇന്ത്യൻ വംശജ കൂടിയായ സുനിത വില്യംസ് ആണ്. 62 മണിക്കൂറും 6 മിനിറ്റാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്. എത്രയാണ്? 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നത്. ആരുടെ റെക്കോർഡാണ് സുനിത വില്യംസ് തിരുത്തിയത്? പെഗ്ഗി വിൽസൻ്റെ ആണ്. പെഗ്ഗി വിൽസൻ്റെ 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നത്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നത്. മുൻ ലോക 1-ാം നമ്പർ വനിതാ ടെന്നീസ് താരം റുമാനിയയുടെ സിമോണ ഹാലെപ്പ് ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആരാണ്? മുൻ ലോക 1-ാം നമ്പർ വനിതാ ടെന്നീസ് താരമായിരുന്ന റുമാനിയയുടെ സിമോണ ഹാലെപ്പാണ് ടെന്നീസിൽ നിന്ന് വിരമിച്ചത്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും, അതായത് ടെസ്റ്റ്, ഏകദിനം, T20, ഈ 3 ഫോർമാറ്റിലും അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഹർഷിത് റാണ. ആരാണ്? ഹർഷിത് റാണയാണ് ഇത്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റ്, അതായത് ടെസ്റ്റ്, ഏകദിനം, T20, ഈ എല്ലാ 3 ഫോർമാറ്റിലും അരങ്ങേറ്റത്തിൽ തന്നെ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറിയതാരാണ്? ഹർഷിത് റാണ. ബ്രസീൽ ഫുട്ബോൾ താരം മാഴ്സലോ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആരാണ്? ബ്രസീലിൻ്റെ ഫുട്ബോൾ താരമായ മാഴ്സലോ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. GSLV F-15 എന്ന റോക്കറ്റിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100-ാം വിക്ഷേപണം ISRO നടത്തിയത്. ഗതി നിർണ്ണയത്തിനുള്ള NVS-02 ഉപഗ്രഹത്തെയാണ് റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചത്. അതായത് ISROയുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100-ാമത് വിക്ഷേപണം ഏത് റോക്കറ്റിലാണ് നടത്തിയതെന്ന് ചോദിച്ചാൽ GSLV F-15 ആണ്. ഏത് ഉപഗ്രഹത്തെയാണ് റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചത് എന്ന് ചോദിച്ചാൽ NVS-02 ആണ്. ഇതാണ് NVS-02 എന്തിനുള്ള ഉപഗ്രഹമാണെന്ന് ചോദിച്ചാൽ ഗതി നിർണ്ണയത്തിലുള്ള ഉപഗ്രഹമാണ്. അതായത് ഗതി നിർണ്ണയത്തിലുള്ള NVS-02 ഉപഗ്രഹത്തെ ISROയുടെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും GSLV F-15 എന്ന റോക്കറ്റിലാണ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചത്. സുഗതകുമാരി നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണന്. സുഗതകുമാരിയുടെ നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് സുഗത നവതി പുരസ്കാരം. ഇത് ലഭിച്ചതാർക്കാണ്? പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ശ്രീമൻ നാരായണനാണ് ലഭിച്ചിട്ടുള്ളത്. ശൂരനാട് കുഞ്ചൻ പിള്ള പുരസ്കാരം എഴുത്തുകാരൻ ഡോക്ടർ AM ഉണ്ണികൃഷ്ണന്. 25,555 രൂപയുടേതാണ് പുരസ്കാരം. എന്താണ്? ശൂരനാട് കുഞ്ചൻ പിള്ള പുരസ്കാരം ലഭിച്ചതാർക്കാണ്? എഴുത്തുകാരനായിട്ടുള്ള ഡോക്ടർ AM ഉണ്ണികൃഷ്ണനാണ്. പുരസ്കാര തുക എത്രയാണ്? 25,555 രൂപയാണ് പുരസ്കാര തുക എന്ന് പറയുന്നത്. 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി പോപ്പ് താരമായ ബിയോൺസെ. ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? പോപ്പ് താരമായ ബിയോൺസെ. എത്ര ഗ്രാമി അവാർഡുകളാണ് നേടിയത്? 35 ഗ്രാമി പുരസ്കാരങ്ങളാണ് നേടിയത്. 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി പോപ്പ് താരമായ ബിയോൺസെ. മൈക്കിൾ മാർട്ടിൻ അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? മൈക്കിൾ മാർട്ടിനാണ് അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീലങ്കയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ദിമുത് കരുണരത്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ശ്രീലങ്കയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്ന ദിമുത് കരുണരത്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു.
ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി പ്രമുഖ മലയാളി പ്രവാസി വ്യവസായി രവി പിള്ളയ്ക്ക്. ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി ആർക്കാണ് ലഭിച്ചത്? വ്യവസായിയായ രവി പിള്ളയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിൽ നിലവിൽ വരുന്നു. എവിടെയാണ് വരുന്നത്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാകും പേര്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല വരാൻ പോവുകയാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ് വരുന്നത്. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇതിൻ്റെ പേരെന്താണ്? ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാകും പേര്. പേരെന്താണ്? ത്രിഭുവൻ സഹകാരി സർവകലാശാല. എവറസ്റ്റിലെ മലിനീകരണം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടി നേപ്പാൾ. എന്ത് കാരണം കൊണ്ടാണ് പെർമിറ്റ് ഫീസ് കൂട്ടിയത്? എവറസ്റ്റിലെ മലിനീകരണം കണക്കിലെടുത്താണ് പെർമിറ്റ് ഫീസ് കൂട്ടിയിട്ടുള്ളത്. ജോർജിയയെ മലേറിയ വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ഏത് രാജ്യത്തെയാണ് മലേറിയ വിമുക്തമായ അടുത്തിടെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്? ജോർജിയയാണ്. ജോർജിയ. ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ. ചീനാർ മരങ്ങൾ, ഏത് മരങ്ങൾ? ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ. ഓർത്തു വെക്കുക, ചീനാർ മരങ്ങൾ, ട്രീ ആധാർ, ജമ്മു കാശ്മീർ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. ഏത് സർവകലാശാലയുടെ പദ്ധതിയാണ് ഒപ്പം? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്നത്. ഒപ്പം പദ്ധതിയുടെ എന്തിനു വേണ്ടിയിട്ടാണ് ഒപ്പം പദ്ധതി? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ഉള്ള പദ്ധതിയാണെന്ത്? ഒപ്പം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. കേരളത്തിൻ്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് തിരുവനന്തപുരത്ത് നടന്നു. കേരളത്തിൻ്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് എവിടെയാണ് നടന്നത്? തിരുവനന്തപുരത്താണ് നടന്നത്. പ്രവാസി വ്യവസായി ഡോക്ടർ ബി രവി പിള്ളയുടെ ആത്മകഥയായ രവിയുഗം പ്രസിദ്ധീകരണത്തിന് തയ്യാറാവുന്നു. ഇതാണ് പ്രമുഖ വ്യവസായിയായ ഡോക്ടർ ബി രവി പിള്ളയുടെ ആത്മകഥ. ഏതാണ്? രവിയുഗം. നമ്മൾ നേരത്തെ പറഞ്ഞു, ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി ലഭിച്ചത് ആർക്കാണ്? രവി പിള്ളയ്ക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഇത്, രവിയുഗം. കെ രാമമൂർത്തി പുരസ്കാരം കെ മുരളീധരന്. കെ രാമമൂർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ മുരളീധരനാണ് ലഭിച്ചത്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്. 2019-25 കാലയളവിലായി 8 ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. തുടർച്ചയായി 7 ബജറ്റുകൾ അവതരിപ്പിച്ച സി.ഡി. ദേശ്മുഖിൻ്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തിയത്. എന്താണ് പറഞ്ഞത്? തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. എത്ര ബജറ്റുകളാണ്? 8 ബജറ്റുകൾ. മുൻപത്തെ റെക്കോർഡ് എത്രയായിരുന്നു? 7 ബജറ്റുകൾ അവതരിപ്പിച്ചതാണ്. ആരാണ്? സി.ഡി. ദേശ്മുഖ്. സി.ഡി. ദേശ്മുഖിൻ്റെ തുടർച്ചയായ 7 ബജറ്റുകൾ എന്നുള്ള റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തി കുറച്ചത്. നിർമ്മല സീതാരാമൻ എത്ര ബജറ്റ് അവതരിപ്പിച്ചത്? 8 ബജറ്റുകൾ. ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയായി വയനാട് നിന്നുള്ള ജോഷിത. ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിത ആരാണ്? ജോഷിതയാണ്. ജോഷിത ഏത് ജില്ലക്കാരിയാണ്? വയനാടാണ്. വയനാട് ജില്ലക്കാരിയായ ജോഷിതയാണ് ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിത. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ, അതായത് ICCയുടെ 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ഇന്ത്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബുംറയ്ക്ക്. മികച്ച വനിതാ താരമായി ന്യൂസിലാൻഡിൻ്റെ അമേലിയ കെർ തിരഞ്ഞെടുക്കപ്പെട്ടു. അതായത് ICCയുടെ 2024 ഏറ്റവും മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഇന്ത്യക്കാരനായ ജസ്പ്രീത് ബുംറയാണ് ICCയുടെ 2024 ഏറ്റവും മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ന്യൂസിലാൻഡുകാരിയായ അമേലിയ കെർ ആണ്. ന്യൂസിലാൻഡിൻ്റെ അമേലിയ കെർ ആണ് ഏറ്റവും മികച്ച വനിതാ താരം. ഏറ്റവും മികച്ച താരമായി 2024 ICC തിരഞ്ഞെടുത്ത ആരാണ്? ജസ്പ്രീത് ബുംറയെയും വനിതാ താരമായിട്ട് അമേലിയ കെറിനെയുമാണ്. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം സച്ചിൻ ടെണ്ടുൽക്കർക്ക്. എന്നാണ് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക്
ആര് നൽകുന്ന പുരസ്കാരമാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ആരുടെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ്? ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സച്ചിൻ തെണ്ടുൽക്കർക്കാണ്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സച്ചിൻ തെണ്ടുൽക്കർക്കാണ്. 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ, അതായത് 135 റൺസ് നേടി റെക്കോർഡിട്ട് അഭിഷേക് ശർമ്മ. ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സ്, അതായത് 13 റെക്കോർഡ് സ്വന്തമാക്കാൻ യുവതാരത്തിനായി. എന്താണ്? 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ എത്രയാണ്? 135 റൺസാണ്. ആരാണ് നേടിയത്? അഭിഷേക് ശർമ്മയാണ്. അതുപോലെ തന്നെ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സ്, അതായത് 13 സിക്സ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മ. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ആരാണ് വിജയി? പ്രജ്ഞാനന്ദയാണ് വിജയിയായിട്ടുള്ളത്. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകൻ ചെറുവയൽ രാമന് കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കും. ആർക്കാണ്? ചെറുവയൽ രാമനാണ്. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകനായ ചെറുവയൽ രാമന് കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കും. ഏത് സർവകലാശാലയുടെയാണ്? കാർഷിക സർവകലാശാലയുടെയാണ്. അതായത് പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകനായ ചെറുവയൽ രാമന് കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കും. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചു. മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ബീരേൻ സിംഗ് രാജിവെച്ചു. യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണത്തിലും പരിശീലനത്തിലും തത്പരരായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പിന് കോഴിക്കോട് സ്വദേശിനി ചൈത്ര അനൂപ് അർഹയായി. അതാണ് യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണത്തിലും പരിശീലനത്തിലും തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ 1.3 കോടി രൂപയുടെ, എത്രയാണ്? 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പിന് കോഴിക്കോട് സ്വദേശിനി ചൈത്ര അനൂപ് അർഹയായി. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായ സ്വറെയിൽ എന്ന സൂപ്പർ ആപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. എന്താണ്? പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായ സ്വറെയിൽ എന്ന സൂപ്പർ ആപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. പുറത്തിറക്കിയ പുതിയ ആപ്പിൻ്റെ പേരെന്താണ്? സ്വറെയിൽ. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാൻ ഡോക്ടർ S സോമനാഥിന്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാനായിരുന്ന ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ S സോമനാഥിന്. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ആരാണ് വിജയി? ഇന്ത്യയാണ്. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ദക്ഷിണാഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത്. 9 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ടീം സ്റ്റഡി ടൈം PSC.